നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 160ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീനിവാസനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഒരിക്കൽ മദ്രാസിൽ വെച്ചും കണ്ടിട്ടുണ്ട്. സംസാരിക്കാനും ഒന്നിനും കഴിഞ്ഞിട്ടില്ല. സമൂഹത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത്. ശ്രീ സത്യൻ അന്തിക്കാടിൻ്റെ എപ്പിസോഡ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു വിശദാംശങ്ങളല്ല. പക്ഷേ ശ്രീനിവാസനുമായിട്ടുള്ള സംഭാഷണം അത് നിങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് പറയാമെന്ന് കരുതുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ എം വേണുകുമാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ശ്രീ സത്യൻ അന്തിക്കാടിനെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്. ആവർത്തന വിരസതയില്ല. ജവഹർ നഗറിലെ ഒരു കൊച്ചു ഓടിട്ട വീട്ടിൽ ആണ് ഷൂട്ടിങ്. ഞാൻ പോയത് സൈക്കിളിലാണ്. അപ്പോൾ ഒരു 8-10 പേർ അവിടെയുണ്ട്. ശ്രീനിവാസനും മനോജ് കെ ജെയിനുമായിട്ടുള്ള ഷോട്ടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വീടിനകമെല്ലാം ലൈറ്റപ്പ് ചെയ്ത് ഒരു 10-12 പേര് അത്രമാത്രം. വേറെ ഓഡിയൻസ് ഒന്നുമില്ല. എങ്ങനെ വാഹനമൊന്നും ഉള്ളിലോട്ട് കയറുമില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എൻ്റെ സൈക്കിൾ അവിടെ കൊണ്ടുപോയി ഈ വീടിനടുത്ത് വെച്ചിട്ട് ഒരു 9 മണിയോടടുപ്പിച്ച് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കയറി കണ്ടു പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. എന്ന് ഇരുത്തി മൂളി എന്നെ ഒന്ന് നോക്കി. എന്താണ് ഉള്ളിൽ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 9 മണിക്ക് അവിടെ എത്തി. 10 11 12 1 2 3 4 5 മണിക്കൂറുകൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് താഴെ വന്ന് ചായയോ കാപ്പിയോ വെള്ളമോ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ അടുത്തെങ്കിലും കടകളൊന്നുമില്ല. ഇടയ്ക്ക് 1-2 തവണ ശ്രീ സത്യൻ അന്തിക്കാട് പുറത്തോട്ട് വരും. എന്നെ ഒന്ന് നോക്കും, അകത്ത് കയറിപ്പോവും. ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ മണിക്കൂറുകൾ പലത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഒന്നും പറഞ്ഞില്ല, എനിക്ക് വല്ല റോള് വല്ലതും ഉണ്ടോ? ചെറിയ ചില സംഭാഷണങ്ങൾ. അപ്പോഴും അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് ജോലി കിട്ടുന്നതിനെ പറ്റിയും ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ പറ്റിയും മറ്റുള്ള അങ്ങനെയുള്ള സംഭാഷണങ്ങൾ. ശ്രീനിവാസൻ കസേരയിലിരിക്കുന്നു, ചെറിയ കസേരയിൽ. അതിന് താഴെയായിട്ട് തറയിൽ മനോജ് കെ ജെയിൻ ഇരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഷൂട്ടിങ്ങിൻ്റെ രീതികളും കാര്യങ്ങളും, ലൈറ്റ്സ് ചെയ്യുന്നതും ലൈറ്റ് ഓഫ് ചെയ്യുന്നതും ക്യാമറ ആംഗിൾസും ഇതെല്ലാം ദൂരെ നിന്ന് ഞാൻ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സത്യൻ അന്തിക്കാട് ഒരു ഗ്ലാസ് ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ചായ കുടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും എന്നെ നോക്കിയിട്ട് കയറിപ്പോയി. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം പോലും കുടിക്കാണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ മടങ്ങി പോകാമല്ലോ എന്ന് കരുതി 2-3 പ്രാവശ്യം സംസാരിച്ചു. അതിനുശേഷം പുറത്തോട്ട് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും നോക്കി നിന്ന് ചിരിക്കുന്നു. ഒട്ടും ബഹുമാനത്തോടെ ശ്രീനിയേട്ട എങ്ങനെയുണ്ട് അഭിനയമൊക്കെ, അഭിനയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു. താരമാകാൻ വന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ചിരിച്ചിട്ട്, താരമാകാൻ ഉദ്ദേശമില്ല, ഒരു നടനായാൽ കൊള്ളാമെന്ന് ചെറിയ ഉദ്ദേശമുണ്ട്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ, ചിരിച്ചു. എന്നാലും ആ സംഭാഷണത്തിൽ എന്തോ ഒരു വല്ലായ്മയുണ്ട്. ഞാനും ആദ്യകാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു. സംവിധായകരുടെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകെ സംവിധായകരും നടക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമാക്കേണ്ടതേ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അകത്ത് പോയി സത്യൻ സാറിനോട് പറഞ്ഞിട്ടും എന്തെങ്കിലും റിപ്ലൈ ഉണ്ട്. നിങ്ങളൊന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ റോളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം എൻ്റെ മനസ്സിലെ ചിന്തയ്ക്കനുസരിച്ച് ഒന്നല്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് പോകാമല്ലോ. മണിക്കൂർ 6-7 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ
ഞാൻ വെറുതെ ഒന്ന് രണ്ട് കുസൃതി ചോദ്യം, ശ്രീനിയേട്ടൻ്റെ പടങ്ങളെല്ലാം ഞാൻ കുറേ അധികം കണ്ടിട്ടുണ്ട്. ആഹാ, കണ്ടിട്ടുണ്ടോ? അത് എല്ലാവരും പറയുന്നുണ്ട്, കാണുന്നു. നമ്മൾ അങ്ങനെയല്ല, ഏത് പടത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ അതേ പറ്റിയിട്ട് വിശദമായിട്ട് പറയാം. അങ്ങനെയാണോ? അത്രമാത്രം ഇരുത്തം വന്നോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സുണർന്നു. എങ്ങനെയാണ് ശ്രീനിയേട്ടൻ ഈ ഇരുത്തം എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, ഒന്ന് സ്വരം താത്തിട്ട് പറഞ്ഞു, അല്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കുറേയൊക്കെ എഴുതാറ്. നിങ്ങളും എഴുത്തുകാരനാണെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. ഞാൻ അല്പം സ്വല്പം എഴുതും, കഥയും കൃതിയൊക്കെ ചെറുതായിട്ട് എഴുതും. അത് ശരി. ഇതുവരെ ക്ലച്ച് പിടിച്ചില്ലല്ലേ? നമ്മൾ ക്ലച്ച് പിടിക്കാൻ ഇച്ചിരി പാടുണ്ടല്ലോ. കുറേ നേരം ചവിട്ടിയായിരിക്കും ക്ലച്ച് പിടിക്കുക എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് മനോജ് കെ ജയൻ എന്നെ നോക്കി ചിരിച്ചു. മനോജ് കെ ജയനുമായിട്ടുള്ള സംഭാഷണം അടുത്തൊരു എപ്പിസോഡ് ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് അതേക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ശ്രീനിയേട്ടൻ്റെ ഹൃദ്യമായ സംഭാഷണം, അപ്പോൾ അവിടെ സംസാരിക്കുന്ന ഡയലോഗ്സും ഇങ്ങനെ നീ ജോലിക്ക് വെറുതെ പേപ്പർ അയച്ചാൽ മതിയോ, അങ്ങനെ ആ തരത്തിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പം ഇദ്ദേഹം കസേരയിലിരിക്കുന്നു, മറ്റേത് എന്തായിരിക്കും, 1-2 ഷോട്ട്സ് എടുത്തു, വീണ്ടും അകത്തേക്ക് പോകുന്നു, വീണ്ടും ക്യാമറ വീണ്ടും ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുന്നു. ഏകദേശം 4 മണിയോടായപ്പോൾ ശ്രേണി സത്യസാറിനോട് പറഞ്ഞു, ഒരാൾ എത്ര സമയം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു, അവരുടെ ചാൻസ് ഉണ്ടോ, ചാൻസ് ഇല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേ, ആ മനുഷ്യനൊന്നും കഴിച്ചിട്ട് പോലും ഇല്ലല്ലോ. അപ്പോഴും എന്നെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ ശ്രീനിയേട്ടനോട് പറഞ്ഞു, ശ്രീനിയേട്ട, ഇതൊന്നൊരു വിഷയമല്ല. പലവട്ടം വീഴുമ്പോഴാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുക. അതുപോലെ വീണുകൊണ്ടിരിക്കുന്നു, നടക്കും എന്നുള്ള വിശ്വാസത്തോടെ. പക്ഷേ 8 മണിക്കൂറായി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകാമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നാളെ വരാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് ചേർന്ന രീതിയിലുള്ള കഥാപാത്രമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോകാമായിരുന്നു. ഇത് ഒന്നും പറയാതെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വൈക്ലഭ്യം ഉണ്ടല്ലോ. ഇത് ഉറക്കെയാണ് പറയുന്നത്. കൊച്ചു 2-3 മുറികളും ഒക്കെയുള്ള ഒരു കുഞ്ഞു വീടാണ്, ഓടിട്ടൊരു ചെറിയ വീടാണ്. അപ്പോഴും സത്യനന്ദിക്കാട് പ്രതികരിക്കുന്നൊന്നുമില്ല. എന്നെ വന്ന് നോക്കുന്നു, പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് വന്നത്. ഞാനവിടെ ചെന്നിട്ട് ഇനി വല്ലാത്ത രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ക്ഷീണമാണല്ലോ. ഞാനൊന്നും മിണ്ടില്ല, ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ ശ്രീനിയേട്ടൻ എന്നോട് ചോദിച്ചു, വടക്ക് നോക്കിയ യന്ത്രം കണ്ടിട്ടുണ്ടോ ചോദിച്ചു. നമ്മളെ കണ്ടിട്ടുണ്ട്. എന്ത് തോന്നി ആ ചിത്രത്തെ പറ്റിയിട്ട്? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവതരണ രീതി മികവുറ്റതാണ്. യാതൊരു ബോറിങ്ങും ഇല്ലാണ്ട് കണ്ടിരിക്കാവുന്നൊരു ചിത്രം. അപ്പോൾ ഉറക്കെ ഒന്ന് ഹാ ചിരിച്ചിട്ട് ആശ്വാസമായി. നിങ്ങളുടെ ആ നിഗമനം ഞാൻ വിചാരിച്ച എൻ്റെ മുഖത്ത് നോക്കി വളരെ മോശമെന്ന് പറയാം. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണമല്ലോ. നേരിൽ നമുക്ക് എന്തും വിമർശിക്കാം. മാറി നിന്ന് ഒരാളെപ്പറ്റി പറയുമ്പോൾ നല്ലതേ പറയാവൂ എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ രീതികളും. കസേരയിൽ നിന്ന് ചാടി കഴിച്ച് എനിക്ക് കൈ തന്നു. ഈ കാഴ്ചപ്പാട് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെയാണ് ഇന്നവരെയും. MT ഒക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ MT ഒക്കെ 1-2 തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും അറിയാം അല്പസ്വല്പമൊക്കെ ഞാൻ എഴുതുമെന്ന്. ഈ അഭിനയമോഹം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണല്ലേ. നമ്മൾ തലയ്ക്ക് പിടിച്ചിട്ടില്ല. അഭിനയിക്കുമ്പോഴാണല്ലോ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാവുക, കൂടുതൽ കാശുണ്ടാവുക. അപ്പം ജീവിതത്തിൽ പലരും നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. അല്ലാണ്ട് കഥ എഴുതി നടന്നു കഴിഞ്ഞാൽ എത്ര പേര് ശ്രദ്ധിക്കുക? കഥ വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും ചിരിച്ചു. മനോജ് കെ ജയൻ അവിടെ ഇരുന്നു. അത് കറക്റ്റ്, അത് നല്ലൊരു കാഴ്ചപ്പാടാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി. അദ്ദേഹത്തെക്കുറിച്ച് ചിലവ് ചലച്ചിത്ര നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണ് ജനനം. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം
ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി. 1977 പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ കടന്നു വരുന്നത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയം തുടർന്നു. 1989 വടക്കു നോക്കിയന്ത്രം, 1998 ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. ഇപ്പോഴും സിനിമയിൽ തുടരുന്നു. നൂറുകണക്കിന് ചിത്രങ്ങൾ, എത്രയോ ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയെങ്കിലും എൻ്റെ മനസ്സിൽ, എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം ശ്രീ പി എ ബക്കറിൻ്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലെയാണ്. മറ്റുള്ള ചിത്രങ്ങൾ മോശമാണ് എന്ന അർത്ഥത്തിലല്ല. എനിക്ക് ശ്രീനിവാസൻ എന്ന നടൻ്റെ മികവ് ഇന്നും കാണുന്ന ആ ചിത്രത്തിലാണ്. മറ്റനേകം ചിത്രങ്ങൾ, നൂറുകണക്കിന് ചിത്രങ്ങൾ, അതൊന്നും മറക്കാവതല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വേഷവും ഭാവുകത്വം നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയും, ഒരു കഴിവുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലാണ് എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനം. മനുഷ്യജീവിതം നല്ല രീതിയിൽ കണ്ടുപഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലും സംഭാഷണങ്ങളിലും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ മികവ്. അന്ന് സംസാരമെല്ലാം കഴിഞ്ഞ് 8-9 മണിക്കൂർ വിയർത്ത് കുളിച്ച് ദാഹിച്ച് വരണ്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ സമയത്ത് ആദിത്യ മര്യാദ അനുസരിച്ച് അകത്തുനിന്ന് സത്യൻ സാറിനോട് പറഞ്ഞു, സാർ 8-9 മണിക്കൂറായി, നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോട്ടെ, ഇനി എന്തെങ്കിലും അവസരം വരുമ്പോൾ സാർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടിൽ കയറി സൈക്കിളും എടുത്ത് തിരിച്ച് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ ശ്രീനിവാസൻ കുറച്ചു ഉച്ചത്തിൽ കസേരയിൽ നിന്ന് മിണീറ്റ് ശ്രീ സത്യനെ വിളിച്ച് പറഞ്ഞു, ആ മനുഷ്യൻ രാവിലെ മുതൽ വെള്ളം പോലും കുടിക്കാതെ ഇവിടെ നിൽക്കുകയല്ലേ, ചാൻസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ക്യാരക്ടർ ഇതിലില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാമായിരുന്നു അല്ലേ സത്യ? അദ്ദേഹം വളരെ മ്ലാനവദനായി പോകുന്നു. അപ്പോൾ ഈ സംഭാഷണം കേട്ടുകൊണ്ട് ഞാൻ ആ വീടിൻ്റെ പുറകേട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ശ്രീ സത്യൻ ഓടി പുറത്തേക്ക് വരികയാണ്. ശരവണ എന്ന് വിളിച്ചു ഭാഗ്യത്തിന്. ഞാൻ തിരിഞ്ഞു നോക്കി. എന്തോ പറയാൻ ഭാവിക്കുമ്പോഴേക്കും ഞാൻ നടന്ന് സൈക്കിൾ ഉരുട്ടി അതുവഴി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്തോ പറയാൻ ഭാവിച്ചെന്ന പോലെ ശ്രീ സത്യൻ അന്തിക്കാട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോഴും ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, കാലം മാറുകയാണ് കേട്ടോ, ആൾ എത്തരത്തിലാവും വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറയാവതല്ല എന്ന് പറഞ്ഞ അദ്ദേഹവും ആ ഇടവഴിയുടെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. കുറച്ച് കേൾക്കാൻ അല്പം ദൂരമേ ഉള്ളൂ. ഞാനൊന്നും മിണ്ടാതെ ചിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി സൈക്കിൾ ചവിട്ടി ഒരു വിധത്തിൽ വീട്ടിൽ വന്നെത്തി. ഇന്ന് ഇത് നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ അവരെ കണ്ടു. ഈയിടയ്ക്ക് ശ്രീ സത്യൻ അന്തിക്കാടിൻ്റെ ആ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ കണ്ണൂരിൽ നിന്നും ഫോൺ ചെയ്തിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ അവരെ കണ്ടു, ഇവരെ കണ്ടു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളുമാണല്ലോ നിരത്തുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നല്ല ആരോഗ്യവും തടിയും ഒക്കെ ഉണ്ടല്ലോ, നല്ല പണിക്ക് പോയാൽ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ ശോഭിക്കാൻ കഴിഞ്ഞാലോ എന്നെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എല്ലാവരും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ അതിൽ മേൽക്കോയ്മ കണ്ടെത്തി, ഞാൻ അതിൽ ഉയർച്ചയിലെത്തി എന്ന് പറയുമ്പോൾ സുഹൃത്തെ, ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള ഞാൻ അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇഷ്ടമില്ലെങ്കിൽ കേൾക്കാതിരിക്കാം. എൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ ഞാൻ കണ്ട ആൾക്കാരുമായി സംവദിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിരാശയൊന്നുമില്ല. നമ്മൾ ഏത് ലക്ഷ്യസ്ഥാനത്തെത്തണം അതിനുവേണ്ടി അഹോരാർത്ഥം നമ്മൾ പ്രയത്നിക്കണം. 100 തവണ പ്രയത്നിക്കുമ്പോൾ ഒരു തവണ തീർച്ചയായും അതിന് ഫലമുണ്ടാകും. നോക്കൂ, സുഖമായി ഞാൻ ഇന്നും ജീവിക്കുന്നു ഈ മണ്ണിൽ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ. പക്ഷേ എൻ്റെ ഓർമ്മയുടെ ചിപ്പിലെ അനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വിഷമമൊന്നും തോന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ തൊലിക്കട്ടി അപാരമാണ്. ഒരു കലാകാരനായിരുന്നാലും ഒരു നടനായാലും ഒരു സംവിധായകനായാലും എന്തായി തരുമ്പോഴും ഒരുപാട് പ്രേക്ഷകർ കാണുമ്പോൾ ഒരുപാട് പേർ പ്രതികരിക്കും. എല്ലാവരും നല്ലത് പറയണമെന്ന് നിബന്ധനയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മനസ്സിനെ സ്വസ്ഥമാക്കാനും കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം. ഇന്ന് ഞാൻ അങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. അത് ആരെയും ഇകഴ്ത്താൻ വേണ്ടിയല്ല. എന്നിട്ടും മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള പരിശ്രമത്തിലും ശ്രമത്തിലും ആണ്. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷമവുമില്ല. കാലത്തിൻ്റെ ചക്രത്തിലൂടെ കടന്നുപോയാലും ഞാൻ എഴുതിയ കുറേ രചനകൾ, ഞാൻ എഴുതിയ കുറേ പുസ്തകങ്ങൾ ലോകത്തിലെ പല ലൈബ്രറികളിലും ഉണ്ട്. അത് വായിക്കുമ്പോഴും ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ വ്യക്തമായ തെളിവാണത്. നിങ്ങളും ഒന്ന് പരിശ്രമിക്കൂ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. ഇതല്ലാതെ നിങ്ങളോട് എനിക്ക് പ്രത്യേകം ഒന്നും പറയാനില്ല സുഹൃത്തെ എന്ന് പറഞ്ഞാണ് ആ ഫോൺ കട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാര്യം, നമ്മുടെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ അതോർത്ത് ദുഃഖിക്കാനേ സമയമുള്ളൂ. ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്ന ഊർജം നമ്മളെ കൂടുതൽ ഉയർച്ചയിലെത്തിക്കും എന്നാണ് എൻ്റെ ചിന്ത. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണിത്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്നും ഒരുപാട് ഊർജം ലഭിക്കും. ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് ആ വിശ്രുതനായ കലാകാരന് സന്തോഷവും ജീവിതത്തിലെ നന്മകളും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നന്ദി, നമസ്കാരം.